നമസ്കാരം. ആര്യൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിവരുന്നത്? ഒരു പ്രത്യേകതരം വംശമാണോ അതോ ഒരു ജനവിഭാഗമോ? സത്യം പറഞ്ഞാല് UPSC പരീക്ഷകളിൽ ഒരുപാട് പേരെ കൺഫ്യൂഷനിലാക്കുന്നൊരു ടോപ്പിക്കാണിത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആധുനിക ചരിത്രകാരന്മാർ വംശം എന്ന ആ പഴയ ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അപ്പൊ പിന്നെ എന്താണ് ഈ ആര്യൻ കൾച്ചർ? ശരി, നമുക്ക് നോക്കാം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സാംസ്കാരിക സ്വത്വം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ സങ്കീർണമായ വിഷയം നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്നല്ലേ? അതിനൊരു വ്യക്തമായ വഴിയുണ്ട്. ആദ്യം ഈ ആര്യൻ എന്നതിനെക്കുറിച്ചുള്ള സംവാദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ചരിത്രകാരന്മാർ ഈ വാക്കിന് നൽകുന്ന കൃത്യമായ നിർവചനം എന്താണെന്ന് നോക്കും. അതിനുശേഷം ഈ കൾച്ചറിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട സൂചകങ്ങളിലേക്ക് നമ്മൾ കടക്കും. അതായത് അവരുടെ സമ്പദ്വ്യവസ്ഥ, ഭാഷ, പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ. അവസാനം ഈ അറിവൊക്കെ എങ്ങനെ UPSC പരീക്ഷയിൽ നല്ല മാർക്കായി മാറ്റാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഈ വിഷയത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആര്യൻ എന്നത് ഒരു വംശമാണ് എന്ന കാലഹരണപ്പെട്ട ഒരു ധാരണ ഇപ്പോഴും പലർക്കുമുണ്ട്. എന്നാൽ ആധുനിക ചരിത്ര പഠനം ഈ വംശീയ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വംശത്തെക്കുറിച്ചല്ല, മറിച്ച് സംസ്കാരത്തെക്കുറിച്ചാണ്. ഈയൊരു മാറ്റമാണ് നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ആരായിരുന്നു ഈ എൻഡോ-ആര്യൻസ്? ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ വെറും കഥകളെയോ ഊഹങ്ങളെയോ അല്ല ആശ്രയിക്കേണ്ടത്. പകരം ഒരു ചരിത്രകാരനെ പോലെ ചിന്തിക്കണം. പുരാവസ്തുശാസ്ത്രത്തിൽ നിന്നും ഭാഷാശാസ്ത്രത്തിൽ നിന്നും കിട്ടുന്ന മൂർത്തമായ തെളിവുകൾ വെച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു റേസിനെക്കുറിച്ചോ അല്ലെങ്കിൽ DNA-യെക്കുറിച്ചോ ശാരീരിക ലക്ഷണങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് ഒരു പൊതുവായ ഭാഷ സംസാരിച്ചിരുന്ന, ഒരേപോലെയുള്ള ജീവിതരീതിയും വിശ്വാസങ്ങളും പങ്കുവച്ചിരുന്ന ഒരു സാംസ്കാരിക സമൂഹത്തെക്കുറിച്ചാണ്. ഇതാണ് വംശീയ നിർവചനത്തിൽ നിന്ന് സാംസ്കാരിക നിർവചനത്തിലേക്കുള്ള ആധുനിക ചരിത്രത്തിന്റെ കാതലായ മാറ്റം. ഓക്കെ, സംസ്കാരം എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ചരിത്രകാരന്മാർ ആര്യൻ എന്ന വാക്കിന് നൽകുന്ന വ്യക്തമായ അക്കാഡമിക്കായ നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ UPSC ഉത്തരങ്ങളുടെ എല്ലാം ഒരു ഫൗണ്ടേഷനായിരിക്കണം. ആര്യൻ എന്നത് ഒരു ബയോളജിക്കൽ ടേം അല്ല, മറിച്ചൊരു ലാംഗ്വേജ്, ഒരു കോമൺ കൾച്ചർ, സാമൂഹിക ഘടന എന്നിവയിലൂടെ തിരിച്ചറിയുന്ന ഒരു സാംസ്കാരിക സമൂഹത്തെ കുറിക്കുന്ന പദമാണ്. ഈയൊരു വ്യക്തത നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് തീർച്ചയായും ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കും. ഈയൊരു സാംസ്കാരിക നിർവചനത്തിന് ഏറ്റവും നല്ല തെളിവ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നറിയാമോ? വേറെ എവിടെയുമല്ല, ഇൻഡോ-ആര്യൻസിന്റെ ഏറ്റവും പഴയ ടെക്സ്റ്റായ ഋഗ്വേദത്തിൽ നിന്ന് തന്നെ. ഋഗ്വേദത്തിൽ ആര്യ എന്ന വാക്ക് 36 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ തവണയും അതൊരു സാംസ്കാരിക സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഒരു വംശത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് നമ്മുടെ വാദത്തിന് വളരെ ശക്തമായൊരു അടിത്തറ നൽകുന്നുണ്ട്. ശരി, അപ്പോൾ ഈയൊരു കൾച്ചറൽ കമ്മ്യൂണിറ്റിയെ തിരിച്ചറിയാൻ ചരിത്രകാരന്മാർക്ക് എന്ത് തെളിവുകളാണുള്ളത്? നമുക്ക് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അവരുടെ ജീവിതരീതിയുടെ സാമ്പത്തിക അടിത്തറ, അതായത് അവരുടെ പാസ്റ്റോറൽ എക്കണോമി. ആദ്യകാല വേദിക് സൊസൈറ്റിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടൊരു വാക്ക് ഇതാണ്: കന്നുകാലികൾ. ഭൂമിയല്ല, കന്നുകാലികളായിരുന്നു അവരുടെയെല്ലാം. അവരുടെ സമ്പത്ത്, അധികാരം, സാമൂഹിക ഘടന ഇതെല്ലാം ഈ ഒരു ഇടയ ജീവിത ശൈലിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇതവരെ സ്ഥിരമായി ഒരിടത്ത് കൃഷി ചെയ്തിരുന്ന ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരാക്കുന്നു. ഒരു സമൂഹത്തിനെന്താണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഭാഷ നോക്കിയാൽ മതി. ഇത് ശരിക്കും രസകരമായൊരു കാര്യമാണ്. നോക്കൂ, ഋഗ്വേദത്തിൽ സമ്പന്നനായ ഒരാളെ ഗോമത് എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം കന്നുകാലികളുള്ളവൻ എന്നാണ്. രാജാവിനെ ഗോപതി, അതായത് പശുക്കളുടെ സംരക്ഷകൻ എന്നും വിളിച്ചു. എന്തിനേറെ പറയുന്നു, യുദ്ധങ്ങളെപ്പോലും ഗവിഷ്ഠി എന്നാണ് വിശേഷിപ്പിച്ചത്. അതിന്റെ അർത്ഥം പശുക്കൾക്കായുള്ള തിരച്ചിലെന്നാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അവരുടെ ജീവിതത്തിൽ കന്നുകാലികൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന്? ഇനി ഈ ഒരു താരതമ്യമുണ്ടല്ലോ, ഇത് UPSC മെയിംസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യകാല വേദകാലഘട്ടത്തിലെ പാസ്റ്ററൽ ഇക്കോണമിയിൽ നിന്ന് പിൽക്കാല വേദകാലഘട്ടത്തിൽ ഒരു കാർഷിക സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള ആ വലിയൊരു മാറ്റം, ഇത് വെറുമൊരു സാമ്പത്തിക മാറ്റമായിരുന്നില്ല. ഇരുമ്പിന്റെ ഉപയോഗം വന്നതോടെ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി വ്യാപിപ്പിക്കാൻ അവർക്ക് സാധിച്ചു.
ആളുകൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇത് കൂടുതൽ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും സ്ഥിരമായ നികുതി സമ്പ്രദായത്തിനുമൊക്കെ വഴിയൊരുക്കി. ഈയൊരു പരിവർത്തനമാണ് പിന്നീട് മഹാജനപദങ്ങളുടെ ഉദയത്തിന് കാരണമായത്. ഓക്കേ, അപ്പോ വാക്കുകളിൽ നിന്ന് അവരുടെ ജീവിത രീതി നമുക്ക് മനസ്സിലായി. പക്ഷെ അവരുടെ ഭാഷ മൊത്തത്തിൽ എന്ത് കഥയാണ് പറയുന്നത്? ചിലപ്പോ ആർക്കിയോളജിക്കൽ തെളിവുകളേക്കാൾ ശക്തമാണ് ഭാഷാപരമായ തെളിവുകൾ. ഈ സാംസ്കാരിക സമൂഹത്തെ ഒരുമിച്ചു നിർത്തുന്ന ആ നൂലിനെക്കുറിച്ച് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സൂചകം ഭാഷാപരമായ സ്വത്വം. ഇതാണ് ആ കണക്ഷൻ. ഭാഷയാണ് ഈ സാംസ്കാരിക സമൂഹത്തെ ഒരു വലിയ ഭൂപ്രദേശത്തുടനീളം ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഇഴ. പുരാവസ്തുക്കൾക്ക് തരാൻ കഴിയാത്തത്ര വ്യക്തമായൊരു ചിത്രം നൽകാൻ പലപ്പോഴും ഭാഷാപരമായ തെളിവുകൾക്ക് സാധിക്കും. ഇതൊന്ന് നോക്കിക്കേ, എന്ത് രസമാണെന്ന്. സംസ്കൃതത്തിലെ മാതൃ, പിതൃ എന്നീ വാക്കുകൾ. ലാറ്റിൻ ഭാഷയിൽ ഇത് മറ്റ, പേറ്റ് എന്നിങ്ങനെയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ്, വ്യത്യസ്ത സംസ്കാരങ്ങളാണ്. എന്നിട്ടും ഒരേ അർത്ഥമുള്ള, ഏകദേശം ഒരേപോലെയുള്ള വാക്കുകൾ. ഇത് യാദൃശ്ചികമല്ല. ഇവയാണ് കോഗ്നേറ്റ്സ് എന്നു പറയുന്നത്. ഇത് കാണിക്കുന്നത് ഈ ഭാഷകൾക്കെല്ലാം ഒരു പൊതുവായ ഉറവിടം, അതായത് ഒരു പ്രോട്ടോ ലാംഗ്വേജ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സിമ്പിളായി പറഞ്ഞാൽ ഭാഷ ഒരു ഫോസിൽ പോലെയാണ്. പുരാവസ്തുക്കൾ നിശബ്ദമാകുന്നിടത്ത് വാക്കുകൾ സംസാരിച്ചു തുടങ്ങും. ഋഗ്വേദവും ഇറാനിലെ പുരാതന ഗ്രന്ഥമായ സെൻഡ് അവസ്ഥയും തമ്മിലുള്ള സാമ്യം പോലുള്ള ഭാഷാപരമായ തെളിവുകൾ ഉപയോഗിച്ച് ചരിത്രകാരന്മാർക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള സാംസ്കാരിക ബന്ധങ്ങൾ പുനർനിർമ്മിക്കാൻ സാധിക്കുന്നു. ശരി, നമ്മൾ അവരുടെ ജീവിതരീതി കണ്ടു, ഭാഷ കേട്ടു. ഇനി നമുക്ക് അവരുടെ കയ്യിൽ തൊടാൻ പറ്റുന്ന സാധനങ്ങളിലേക്ക് വരാം. അതായത് അവരുടെ മറ്റീരിയൽ കൾച്ചറിന്റെ പുരാവസ്തുപരമായ തെളിവുകൾ എന്തെല്ലാമാണ്. ഒരു സംസ്കാരം അവശേഷിപ്പിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. അവർ ഉപയോഗിച്ച ചിമ്പും വെങ്കലവും കൊണ്ടുള്ള ഉപകരണങ്ങൾ, തടി കൊണ്ടുള്ള രഥങ്ങൾ, പിന്നീട് വന്ന ഇരുമ്പായുധങ്ങൾ, പലതരം മൺപാത്രങ്ങൾ, ഇവയെല്ലാം പുരാവസ്തു ഗവേഷകർക്ക് വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് നൽകുന്നത്. ഓരോന്നും അവരുടെ ആ അർദ്ധനാടോടി ജീവിതത്തിൽ നിന്ന് ഗ്രാമീണ വാസസ്ഥലങ്ങളിലേക്കുള്ള പരിണാമം വ്യക്തമാക്കുന്നു. ഇനി ഈ കാണുന്ന മൺപാത്രം, ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതാണ് പെയിന്റഡ് ഗ്രേവെയർ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ PGW എന്ന് പറയും. ഗംഗാ സമതലങ്ങളിലെ പിൽക്കാല വേദകാലഘട്ടത്തിലെ സൈറ്റുകൾ തിരിച്ചറിയാൻ പുരാവസ്തു ഗവേഷകർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ ആ ചാരനിറവും കറുത്ത പെയിന്റ് കൊണ്ടുള്ള ഡിസൈനുകളും ആ കാലഘട്ടത്തിന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് തന്നെ പറയാം. പ്രിലിംസിനു വേണ്ടി ഒരു ചെറിയ ടിപ്പ്: പിൽക്കാല വേദകാലഘട്ടം എന്ന് കേൾക്കുമ്പോൾ PGW മാത്രം ഓർത്താൽ പോരാ. അതോടൊപ്പം മറ്റു 3 തരം മൺപാത്രങ്ങളും ഉപയോഗത്തിലുണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, പിന്നെ റെഡ് വെയർ. PGW ആണ് ഏറ്റവും സവിശേഷമായതെങ്കിലും ഈ 4ഉം ചേർന്നതാണ് ആ കാലഘട്ടത്തിലെ സമ്പൂർണ്ണ ചിത്രം. അപ്പോൾ ഈ 4 പേരുകളും ഓർത്തുവെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഈ സൂചകങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ മാർക്കായി മാറുന്നത്? ശരി, നമുക്ക് ഈ ആശയങ്ങളെ നിങ്ങളുടെ തയ്യാറെടുപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കാം. ഈ സ്ലൈഡ് നിങ്ങളുടെ ഒരു ഫൈനൽ റിവിഷൻ ചെക്ക് ലിസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഒരു മെയിൻസ് ആൻസർ എഴുതുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആദ്യം ഡെഫിനിഷൻ: ആര്യൻ എന്നത് സാംസ്കാരികമാണ്, വംശീയമല്ല. പിന്നെ 3 മാർക്കേഴ്സ്: കന്നുകാലി, ഭാഷ, മൺപാത്രം, കൂടെ അതിന്റെ തെളിവുകളും. വെറും വസ്തുതകൾ നിരത്തുന്നതിനു പകരം ഈ മാറ്റങ്ങൾ എങ്ങനെ, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യുക. ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉത്തരം വേറെ ലെവലാകും. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. വംശം എന്ന ആശയത്തിൽ നിന്ന് മാറി സംസ്കാരം എന്ന രീതിയിൽ ചരിത്രത്തെ കാണാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ധാരണകളിൽ വരുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വെറുമൊരു വാക്കിന്റെ മാറ്റമല്ല, ചരിത്രത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരാശയമാണ്. ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള വിശകലന ശേഷി. നമസ്കാരം. ഒരു ചോദ്യത്തോടെ തുടങ്ങിയാലോ? പുരാതന ലോകത്ത് ഒരു ടെക്നോളജിക്ക് ഒരു സാമ്രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയോക്തിയായി തോന്നാം, അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു കഥയെക്കുറിച്ചാണ്. കുതിര, ചക്രം, പിന്നെ രഥം, ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ പുരാതന ലോകത്തെ ഏറ്റവും പവർഫുള്ളായ ആയുധം ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് മൂർച്ചയേറിയ വാളുകളോ വലിയ കോട്ടകളോ അല്ലെങ്കിൽ ദൂരെ നിന്നും ശത്രുവിനെ വീഴ്ത്തുന്ന അമ്പുകളോ ഒക്കെയാവും. എന്നാൽ ഉത്തരം അതൊന്നുമല്ല. ശരിക്കും അന്നത്തെ ഏറ്റവും വലിയ ആയുധം ഒരു വസ്തുവായിരുന്നില്ല, അതൊരു ആശയമായിരുന്നു, വേഗത എന്ന ആശയം. ഒന്ന് ആലോചിച്ചു നോക്കൂ, യുദ്ധക്കളത്തിൽ നിങ്ങളുടെ ശത്രുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാലോ? അതായിരുന്നു പുരാതന ലോകത്തെ യഥാർത്ഥ സൂപ്പർ പവർ. ഈ വിപ്ലവത്തിന്റെ എല്ലാം തുടക്കം ഒരു മൃഗത്തിൽ നിന്നായിരുന്നു, കുതിരയിൽ നിന്ന്. പുരാതന ലോകത്തെ യഥാർത്ഥ എഞ്ചിൻ എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ഈ സംഖ്യയിലേക്കൊന്ന് നോക്കിയേ, 215. എന്താണിതെന്നല്ലേ? ഋഗ്വേദത്തിൽ അശ്വ എന്ന വാക്ക്, അതായത് കുതിര, ആവർത്തിക്കുന്നതിന്റെ കണക്കാണിത്. 215 തവണ. മറ്റേതൊരു മൃഗത്തിന്റെ പേരിനേക്കാളും എത്രയോ അധികമാണിത്. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ആര്യൻ സംസ്കാരത്തിൽ കുതിര വെറുമൊരു മൃഗം മാത്രമായിരുന്നില്ല, അതിലും വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അതെ, കുതിര അവരുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു കേന്ദ്രബിന്ദുവായിരുന്നു. അതവരുടെ ശക്തിയുടെയും പദവിയുടെയുമൊക്കെ ചിഹ്നമായി മാറി. നിങ്ങൾ നോക്കിയാല് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലെല്ലാം കുതിരയെ സൂചിപ്പിക്കാൻ പൊതുവായ വാക്കുകൾ കാണാൻ പറ്റും. അത്രത്തോളം അതവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിരുന്നു. വേദകാലഘട്ടത്തിലെ ആളുകളുടെ പേരുകളിൽ പോലും കുതിര നിറഞ്ഞു നിന്നു. ഉദാഹരണത്തിന് മിത്താനി രാജാവായ ദശരഥൻ, ആ പേരിന്റെ അർത്ഥം തന്നെ 10 രഥങ്ങളുള്ളവൻ എന്നാണ്. എന്തിന്? ഇന്ദ്രനെപ്പോലുള്ള അവരുടെ പ്രധാന ദേവന്മാർക്ക് പോലും കുതിരകളുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് ഈ മൃഗം എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ഒറിജിൻ എവിടെയാണ്? നമുക്ക് യുറേഷ്യയിലെ പുൽമേടുകളിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള കുതിരയുടെ ആ ഒരു യാത്രയെക്കുറിച്ച് നോക്കാം. കുതിരയുടെ കഥ തുടങ്ങുന്നത് ഈ ഭൂപടത്തിൽ കാണുന്നതുപോലുള്ള അതിവിശാലമായ പുൽമേടുകളിൽ നിന്നാണ്. അതായത് ഇന്നത്തെ കരിങ്കടലിനും സൗത്ത് യുറാൽ പർവ്വതനിരകൾക്കും ഇടയിലുള്ള ആ ഒരു പ്രദേശം. ഇവിടെ വെച്ചാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കുതിരയെ ഇണക്കി വളർത്താൻ തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി ഹോഴ്സ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ വിപ്ലവത്തിന്റെ എല്ലാം തുടക്കമിട്ട സ്ഥലം. ഈ ഒരു ടൈം ലൈൻ നോക്കൂ. ഏകദേശം 6000 BC-യിൽ യുറാൽ മേഖലയിൽ കണ്ടുതുടങ്ങിയ കുതിര യുറേഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. അതായത് 2000 BC-യോടടുത്താണ് ഇതൊരു വ്യാപകമായ ടെക്നോളജിയായി മാറുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാലേ, ഈ വിപ്ലവം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒന്നല്ല, പതിയെ പതിയെയായിരുന്നു ഇതിന്റെ വളർച്ച. ഓക്കെ, അപ്പൊ നമുക്ക് കുതിരയെ കെട്ടി, അതിന്റെ ശക്തിയും വേഗതയുമൊക്കെയുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ യുദ്ധക്കളത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കും? അവിടെയാണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ പ്രധാന താരം വരുന്നത്. കുതിരയെ ഒരു ആയുധമാക്കി മാറ്റിയ ആ കണ്ടുപിടുത്തം, വോർ ചാരിയറ്റ് അഥവാ യുദ്ധരഥം. ഈ രഥം എന്നു പറയുന്നത് വെറുമൊരു വാഹനമായിരുന്നില്ല. അത് പുരാതന ലോകത്തെ ഒരു മൊബൈൽ ഫൈറ്റിംഗ് പ്ലാറ്റ്ഫോമായിരുന്നു, ഒരു സഞ്ചരിക്കുന്ന യുദ്ധവേദി. BC 4-ാം സഹസ്രാബ്ദത്തിൽ പടിഞ്ഞാറൻ ഏഷ്യയിൽ ഉത്ഭവിച്ച ഈ വാഹനം കുതിരയുടെ വേഗതയും ഒരു യോദ്ധാവിന്റെ ആക്രമണശേഷിയും ആദ്യമായി ഒരുമിപ്പിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ആദ്യകാല രഥങ്ങൾക്ക് ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു: അവയുടെ ചക്രങ്ങൾ. ഹരപ്പൻ സംസ്കാരത്തിലെ കളിമൺ വണ്ടികളിലൊക്കെ കാണുന്നത് പോലുള്ള ഭാരമേറിയ ഒറ്റത്തടി ചക്രങ്ങളായിരുന്നു അവ. ഇത് സ്വാഭാവികമായും രഥങ്ങളുടെ വേഗത കുറച്ചു, അവയെ അത്ര കാര്യക്ഷമമല്ലാത്ത ഒന്നാക്കി മാറ്റി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അത്യാവശ്യമായിരുന്നു. ഇനിയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ്. ഒരു പുതിയ കണ്ടുപിടുത്തം വരുന്നു. അത് രഥത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അതാണ് ആരക്കാലുകളുള്ള ചക്രം. നമ്മളിതിനെ ഇംഗ്ലീഷിൽ സ്പോക്ഡ് വീൽസ് എന്ന് പറയും. ഈ 2 ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അതൊരു പഴയ കാളവണ്ടിയും ഇന്നത്തെ ഒരു ഫോർമുല 1 കാറും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു വശത്ത് ഹരപ്പൻ മാതൃകയിലുള്ള കട്ടിയുള്ള ചക്രം, ഭയങ്കര ഭാരാണ്, വേഗത വളരെ കുറവ്. മറുവശത്തോ ഈ പുതിയ സ്പോക്ഡ് വീൽ, ഭാരം വളരെ കുറവ്, പക്ഷെ ഭയങ്കര സ്ട്രോങ്. അതുകൊണ്ട് തന്നെ നല്ല വേഗത കിട്ടും. ഏത് തരം ഭൂപ്രദേശത്തും ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കുതിക്കാനും പറ്റും. ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. അതെ, ഈ സ്പോക്ഡ് വീൽസ് എന്നു പറയുന്നത് വെറുമൊരു ചെറിയ മെച്ചപ്പെടുത്തലായിരുന്നില്ല. അതൊരു വിപ്ലവകരമായ സൈനിക സാങ്കേതിക വിദ്യയായിരുന്നു. അത് യുദ്ധത്തിന്റെ നിയമങ്ങളെ തന്നെയാണ് മാറ്റിയെഴുതിയത്. നിങ്ങൾ നോക്കും, ഈ പുതിയ ടെക്നോളജി ഒരു കാട്ടുതീ പോലെയാണ് പടർന്നത്. ഏകദേശം 2300 BC-യിൽ കോക്കേസസ് മേഖലയിൽ പ്രത്യക്ഷപ്പെട്ട ഇത് ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഹിറ്റൈറ്റുകളെ പോലുള്ള വൻ ശക്തികൾ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താൻ ഉപയോഗിച്ചു തുടങ്ങി. ഏകദേശം 1500 BC-യോടെ പുരാതന ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇതൊരു നിർണായക സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു.
അപ്പോ നമുക്ക് ഈ 3 ഘടകങ്ങളെയും ഒന്ന് ഒരുമിച്ച് നോക്കാം. കുതിര നൽകുന്ന ശക്തി, രഥം എന്ന പ്ലാറ്റ്ഫോം, പിന്നെ സ്പോക്ഡ് വീൽസ് നൽകിയ ആ അവിശ്വസനീയമായ വേഗത. ഇവ മൂന്നും ചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ടെക്നോളജി ഒരു പുതിയ തരം യുദ്ധമുറയ്ക്ക് തന്നെ ജന്മം നൽകി. ചരിത്രകാരന്മാർ ഇതിനെ പാസ്റ്റോറൽ വാർഫെയർ എന്ന് വിളിക്കുന്നു. എന്താണിത്? അതായത് കുതിരകളും രഥങ്ങളും നൽകുന്ന അതിവേഗത അഥവാ മൊബിലിറ്റി ഉപയോഗിച്ച് മിന്നൽ വേഗത്തിൽ ആക്രമണങ്ങൾ നടത്തുക. ശത്രുക്കൾക്കൊന്ന് ചിന്തിക്കാനോ പ്രതികരിക്കാനോ സമയം കിട്ടുന്നതിനു മുൻപ് കന്നുകാലികളെയും മറ്റു വിഭവങ്ങളെയും പിടിച്ചെടുത്ത് അപ്രത്യക്ഷരാവുക. ഇതായിരുന്നു ആ രീതി. ഈ ടെക്നോളജിയുടെ പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്ന് പ്രമുഖ ചരിത്രകാരനായ ആർ.എസ്. ശർമ്മയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്തോ ആര്യന്മാർ എല്ലായിടത്തും വിജയിച്ചതിന് കാരണം അവർക്ക് കുതിരകൾ വലിക്കുന്ന രഥങ്ങളുണ്ടായിരുന്നു എന്നതാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായി ഈ ഒരു ടെക്നോളജിക്കൽ മുൻതൂക്കത്തെക്കുറിച്ച് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ആ വിജയത്തിന്റെ ഫോർമുല നമുക്കിങ്ങനെ ചുരുക്കി പറയാം. 1. ഹോഴ്സ് ഡൊമസ്റ്റിക്കേഷൻ വഴി ലഭിച്ച കുതിരയുടെ അസാമാന്യമായ ശക്തി. 2. ആ ശക്തിയെ ഉപയോഗിക്കാനുള്ള വാർ ചാരിയറ്റ് എന്ന പ്ലാറ്റ്ഫോം. പിന്നെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്പോക്ഡ് വീൽസ് നൽകിയ സമാനതകളില്ലാത്ത വേഗതയും മൊബിലിറ്റിയും. ഈ മൂന്നും ചേർന്നപ്പോൾ അത് പുരാതന ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സൈനിക പാക്കേജായി മാറി. ചുരുക്കത്തിൽ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്തോ ആര്യന്മാരുടെ വിജയത്തിന് പിന്നിൽ അവരുടെ ധീരതയോ സൈനികരുടെ എണ്ണമോ മാത്രമല്ല ഉണ്ടായിരുന്നത്. അതിലുപരി ഒരു സുപ്പീരിയർ മിലിറ്ററി ടെക്നോളജി പാക്കേജ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. കുതിര, രഥം, ആരക്കാലുകളുള്ള ചക്രം എന്നിവ ചേർന്ന ഈയൊരു കോമ്പിനേഷൻ അവർക്ക് യുദ്ധക്കളത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു മുൻതൂക്കം നൽകി. ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ എഡ്ജാണ് പുരാതന ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയത്. നമ്മൾ ദിവസവും കാണുന്ന പല ചിഹ്നങ്ങൾക്കും നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു കഥയുണ്ടാകും. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള 2 ചിഹ്നങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്: പുരാതന ആര്യൻ സംസ്കാരത്തിലെ സോമയും സ്വസ്തികയും. എന്തായിരുന്നു ഇവയുടെ യഥാർത്ഥ ഉത്ഭവം? അവയുടെ അർത്ഥത്തിന് കാലക്രമേണ എന്ത് സംഭവിച്ചു? നമുക്ക് ചരിത്രപരമായ തെളിവുകൾ മാത്രം വെച്ച് ഇതിനൊരുത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ചിഹ്നങ്ങൾ നിലനിന്നിരുന്ന ആ ഒരു ലോകം, അതായത് വൈദിക ആചാരങ്ങളുടെ ലോകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ സോമയെക്കുറിച്ച് പഠിക്കും, ഒരേ സമയം ഒരു ദൈവവും ഒരു സസ്യവുമായ ആ സങ്കല്പത്തെപ്പറ്റി. അതിനുശേഷം ഒരു വിശുദ്ധ റിച്വൽ ഡ്രിങ്ക് എന്ന നിലയിൽ സോമയുടെ പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്ന് നോക്കും. പിന്നീട് നമ്മൾ നേരെ സ്വസ്തികയുടെ ചരിത്രത്തിലേക്ക് കടക്കും. അത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. അവസാനം ഈ ചിഹ്നം സഞ്ചരിച്ച വഴികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ചിഹ്നങ്ങളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവ വെറും ചിത്രങ്ങളോ വാക്കുകളോ ആയിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യേക ജീവിത രീതിയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യം പോകേണ്ടത് ക്ഷേത്രങ്ങളൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു കാലത്തേക്കാണ്. പുരാതന ആര്യന്മാരുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തിയ ആ ലോകത്തേക്ക്. അതാണ് വേദിക് റിച്വൽ അഥവാ വൈദിക ആചാരങ്ങളുടെ ലോകം. അപ്പോ ആദ്യകാലത്തെ ആ വൈദിക ജനതയുടെ വിശ്വാസങ്ങള് പ്രകൃതിയുമായി അത്രയധികം ചേർന്നു നിന്നതായിരുന്നു. ഇന്നത്തെ പോലെ വിഗ്രഹങ്ങളെ ആയിരുന്നില്ല അവർ ആരാധിച്ചിരുന്നത്. പകരം കാറ്റ്, മഴ, സൂര്യൻ, തീ പോലുള്ള പ്രകൃതി ശക്തികളെ ആയിരുന്നു. ഓരോന്നിനും ഓരോ ദേവന്മാർ. അതുകൊണ്ട് തന്നെ വലിയ അമ്പലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ ആരാധനയും തുറന്ന സ്ഥലങ്ങളിലായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം യജ്ഞമായിരുന്നു. അതായത് തീയിൽ നെയ്യും പാലും ധാന്യങ്ങളുമൊക്കെ സമർപ്പിക്കുന്ന ഒരു തരം ബലി. ഈ യജ്ഞങ്ങളിലാണ് നമ്മൾ പറയാൻ പോകുന്ന സോമ എന്ന പാനീയം ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. സോമ പുരാതന ആര്യൻ ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ടായിരുന്ന ഒന്നാണിത്. ഒരേ സമയം ഒരു ദൈവവും ഒരു ചെടിയുമൊക്കെയായ ഈ സോമ എന്താണ് സംഭവം? നമുക്ക് നോക്കാം. ഇതാണ് സോമയെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അത് ഒന്നല്ല, 3 കാര്യങ്ങൾ ചേർന്ന ഒന്നാണ്. 1. അത് സസ്യങ്ങളുടെ രാജാവായ ഒരു ദൈവമാണ്. 2. യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പുണ്യസസ്യമാണ്. 3. ആ സസ്യത്തിൽ നിന്നുണ്ടാക്കുന്ന ലഹരി തരുന്ന ഒരു റിച്വൽ ഡ്രിങ്കാണ്. ഈ 3ഉം തമ്മിൽ നല്ല ബന്ധമുണ്ട്. ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ആ ചെടിയിൽ നിന്ന് പാനീയമുണ്ടാക്കി യജ്ഞങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു താരതമ്യം നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയറാവും. ഒരു വശത്ത് ബ്രാഹ്മണരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവം, ഋഗ്വേദത്തിലെ മന്ത്രങ്ങളൊക്കെ എഴുതാൻ കവികൾക്ക് പ്രചോദനം നൽകുന്നൊരു ദൈവം. മറുവശത്തോ
ഹിമാലയത്തിലെ മുഞ്ചവത് എന്നൊരു മലയിൽ മാത്രം കാണുന്നൊരു യഥാർത്ഥ ചെടി. ഈ ദൈവികമായ തലവും ഭൗതികമായ തലവും ഒരുമിക്കുമ്പോഴാണ് സോമയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. സോമ ഒരു ദൈവമാണെന്നും ഒരു ചെടിയാണെന്നും നമ്മൾ കണ്ടു. പക്ഷെ സോമയെ ഏറ്റവും പ്രശസ്തമാക്കിയത് അതൊന്നുമല്ല. ഒരു വിശുദ്ധ പാനീയം, ഒരു റിച്വൽ ഡ്രിങ്ക് എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനമാണ്. വേദിക് റിച്വലിൽ അതിന് അത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഈ റിച്വൽ ഡ്രിങ്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നറിയാൻ ഈ ഒരു കാര്യം കേട്ടാൽ മതി. പുരാതന ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഋഗ്വേദം. അതിലെ 10 പുസ്തകങ്ങളുണ്ട്. അതിലെ 9ാമത്തെ പുസ്തകം മുഴുവനായി, അതായത് അതിലെ 114 പാട്ടുകളും സോമയെപ്പറ്റി പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത്രയ്ക്കും വലുതായിരുന്നു അതിന്റെ സ്ഥാനം. അപ്പോ ഈ സോമ ആരാധന എന്ന് പറയുന്നത് വെറും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമുള്ള ഒന്നായിരുന്നില്ല. പുരാതന ഇറാനിലെ അവസ്തൻ ഗ്രന്ഥങ്ങളിൽ ഹോ മാ എന്ന പേരിൽ ഏകദേശം ഇതേപോലൊരു പാനീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഒരേ സംസ്കാരത്തിന്റെ 2 ഭാഗങ്ങളായിരുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഋഗ്വേദത്തിൽ ഈ പാനീയം എങ്ങനെയാണ് പാറകളിൽ വെച്ച് ഇടിച്ചു പിഴിഞ്ഞ് ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. പുരാവസ്തു ഗവേഷകർക്ക് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് കിട്ടിയ പഴയ പാത്രങ്ങളിൽ എഫേഡ്ര എന്ന ചെടിയുടെ അംശങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോമയുടെ കാര്യം നമുക്ക് വ്യക്തമായി. അത് വൈദിക ആചാരങ്ങളുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇനി സാധാരണയായി ഇതേ സംസ്കാരവുമായി നമ്മൾ ചേർത്ത് പറയുന്ന മറ്റൊരു ചിഹ്നമുണ്ടല്ലോ, സ്വസ്തിക. സോമയെപ്പോലെ തന്നെ ഇതും ആര്യൻ സംസ്കാരത്തിന്റെ തുടക്കം മുതലുള്ള ഒന്നാണോ? ഇതിന്റെ ചരിത്രം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വ്യത്യസ്തമാണ്. നമ്മളിൽ മിക്കവരും അങ്ങനെയല്ലേ കരുതുന്നത്? തീർച്ചയായും ഇതവരുടെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമായിരിക്കും, അല്ലേ? പക്ഷേ നമ്മൾ ഏറ്റവും പഴയ പുസ്തകങ്ങൾ, അതായത് ഋഗ്വേദമൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്നത് വേറൊരു കഥയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമ്മൾ ഇന്ന് കാണുന്ന സ്വസ്തിക എന്ന ചിഹ്നം പുരാതന ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ എവിടെയുമില്ല. ആ വാക്കോ ആ ചിഹ്നമോ അവർക്കറിയുമായിരുന്നില്ല. അപ്പൊ പിന്നെ എപ്പോഴാണ് ഈ വാക്ക് ആദ്യമായി വരുന്നത്? ഋഗ്വേദമൊക്കെ എഴുതി 1000-ലധികം വർഷം കഴിഞ്ഞിട്ട്, ക്രിസ്തുവർഷം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടുകളിലെ പുസ്തകങ്ങളിലാണ് സ്വസ്തിക എന്ന വാക്ക് ആദ്യമായി കാണുന്നത്. ആ കാലമായപ്പോഴേക്കും അതൊരു നല്ല കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ശുഭസൂചകമായ ചിഹ്നമായി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വസ്തിക ബ്രാഹ്മണ സംസ്കാരത്തിന്റെ ഭാഗമായത് ചരിത്രത്തിൽ വളരെ വൈകിയാണ്. അപ്പോ ഒരു ചോദ്യം വരും, അല്ലേ? സ്വസ്തിക വൈദിക ആര്യന്മാരുടേതല്ലെങ്കിൽ പിന്നെ ഇതെവിടുന്ന് വന്നു? എങ്ങനെയാണത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായത്? അതിന്റെ യാത്ര വളരെ രസകരമാണ്. ഈ ടൈം ലൈൻ നോക്കൂ. ഇതിന്റെ യാത്ര വളരെ വ്യക്തമാണ്. BCE 2000-ന് മുൻപ്, അതായത് വൈദിക കാലത്തിനും ഒരുപാട് മുൻപ്, ഇന്നത്തെ ഇറാനിലുള്ള ഏലാം എന്ന സ്ഥലത്തും പിന്നെ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിലും ഈ ചിഹ്നമുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം BCE 1700-ൽ മധ്യേഷ്യയിലെ താജിക്കിസ്ഥാനിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആവാം ഒരുപാട് കാലം കഴിഞ്ഞ് ക്രിസ്തുവർഷം തുടങ്ങിയ സമയത്ത് ഈ ചിഹ്നം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു പ്രധാന ചിഹ്നമായി മാറിയത്. അതിന്റെ അർത്ഥം ഇതിന്റെ ഉത്ഭവം ആര്യൻ സംസ്കാരത്തിന് മുൻപുള്ളതാണെന്നാണ്. അപ്പോ നമുക്കിത് രണ്ടും ഒന്നുകൂടിയൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പൊ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. സോമ ഋഗ്വേദം തൊട്ടേ വൈദിക ആചാരങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അതിന് പുരാതന ഇറാനുമായും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ സ്വസ്തികയോ? അത് ഋഗ്വേദത്തിൽ ഇല്ലേയില്ല. അത് ഹരപ്പൻ പോലെയുള്ള മറ്റു സംസ്കാരങ്ങളിൽ ഉത്ഭവിച്ച് ഒരുപാട് കാലം കഴിഞ്ഞ് മാത്രം ബ്രാഹ്മണ സംസ്കാരം കടമെടുത്ത ഒരു ചിഹ്നമാണ്. അപ്പോ സോമയുടെയും സ്വസ്തികയുടെയും ഈ ചരിത്രം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ കാണുന്ന ചിഹ്നങ്ങളുടെയെല്ലാം ഉത്ഭവവും അർത്ഥവും നമ്മൾ കരുതുന്നതിലും വളരെ സങ്കീർണമായിരിക്കാം. ഒരു ചിഹ്നത്തിന്റെ യഥാർത്ഥ കഥ അറിയണമെങ്കിൽ അതിന്റെ ചരിത്രത്തിലേക്ക് ആഴത്തിൽ നോക്കണമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കാണുന്ന വേറെ എത്ര ചിഹ്നങ്ങൾക്ക് ഇതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയാനുണ്ടാവും. നമസ്കാരം. ഇന്നു നമ്മൾ പുരാതന ആര്യൻ സംസ്കാരത്തിലേക്കൊരു യാത്ര പോകുകയാണ്. അവരുടെ ആചാരങ്ങൾക്ക് പിന്നിലെ വിശ്വാസങ്ങളെക്കുറിച്ചും അവർ ഈ ലോകത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷേത്രങ്ങളില്ല, വിഗ്രഹങ്ങളില്ല. ഇങ്ങനെ ഒരു ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ ദൈവങ്ങളോട് സംസാരിക്കാൻ പറ്റും? ഇതായിരുന്നു പുരാതന ആര്യന്മാർ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാ ആചാരങ്ങളും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ ലോകം എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കണം, അല്ലേ?
അവർക്ക് ചുറ്റുമുള്ള ഈ അദൃശ്യ ശക്തികളെയൊക്കെ അവർ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവരുടെ ലോകമെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ ശക്തികൾ കൊണ്ട് നിറഞ്ഞ ഒന്നായിരുന്നു. ഇപ്പോൾ ഇടിമിന്നല്, കൊടുങ്കാറ്റ്, പേമാരി ഇതൊന്നും അവർ വെറും കാലാവസ്ഥയായിട്ടല്ല കണ്ടത്. അതൊക്കെ ജീവനുള്ള ദൈവങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ ആരാധിക്കാൻ വേറെ കെട്ടിടങ്ങളുടെ ആവശ്യമില്ലല്ലോ. തുറന്ന ആകാശത്തിന് താഴെ പ്രകൃതി തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ അമ്പലം. ശരി, അപ്പോൾ പ്രകൃതിയാണ് അമ്പലം എന്ന് വെക്കാം. പക്ഷേ ഈ ദൈവങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു മീഡിയം വേണ്ടേ, ഒരു വഴി? അവിടെയാണ് അവരുടെ ലോകവീക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നത്. അഗ്നി, അതായത് അഗ്നി, ദൈവിക സന്ദേശവാഹകൻ. ഈ അഗ്നിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ നമ്മൾ ഋഗ്വേദം നോക്കിയാൽ മതി. അതിലെ ഏകദേശം 200 സൂക്തങ്ങൾ, അതായത് പാട്ടുകൾ, അഗ്നിയെക്കുറിച്ച് മാത്രമാണ്. ഇന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അഗ്നിക്കാണ്. എന്തുകൊണ്ടാണെന്നോ? കാരണം അദ്ദേഹം വെറുമൊരു ദൈവം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ റോൾ അതിലും വലുതായിരുന്നു. ഇതായിരുന്നു അഗ്നിയുടെ യഥാർത്ഥ പവർ. അദ്ദേഹം മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ഒരു പാലം പോലെയായിരുന്നു. ഭൂമിയിലുള്ള നമ്മളുടെ പ്രാർത്ഥനകളും അപേക്ഷകളുമെല്ലാം സ്വർഗ്ഗത്തിലുള്ള ദൈവങ്ങളിലേക്കെത്തിക്കുന്ന ഒരേ ഒരു സന്ദേശവാഹകൻ. അപ്പോൾ ഈ ഫയർ കൾട്ട് എന്ന ആശയത്തിന്റെ ഹൃദയം എന്നു പറയുന്നത് ഇതാണ്. യാഗാഗ്നിയിൽ അവർ എന്തു കൊടുത്താലും അതിന്റെ സത്ത പുകയായിട്ട് മുകളിലേക്ക് പോയി ദൈവങ്ങളുടെ അടുത്തെത്തുമെന്ന് അവർ വിശ്വസിച്ചു. ഇതായിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, അഗ്നി സന്ദേശവാഹകനാണ്. പക്ഷെ എന്തായിരുന്നു ആ സന്ദേശം? അവിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമായ യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ് വരുന്നത്. അഗ്നിയിലൂടെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചകളായിരുന്നു അവരുടെ മെസ്സേജുകൾ. അതായത് അവരുടെ ആരാധനാരീതിയിൽ യാഗങ്ങൾക്ക് ഒരു സെൻട്രൽ റോള് തന്നെ ഉണ്ടായിരുന്നു. അത് ചുമ്മാ ഒരു ചടങ്ങായിരുന്നില്ല, ദൈവങ്ങളുമായി സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു അത്. എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും നന്ദി പറയുന്നതുമെല്ലാം ഈ യാഗങ്ങളിലൂടെയായിരുന്നു. പക്ഷേ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയ സങ്കീർണമായ യാഗങ്ങളൊക്കെ നടത്തിയിട്ട് അവരെന്തായിരിക്കും ദൈവങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവുക? ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം. അവരുടെ പ്രാർത്ഥനകളൊന്നും മരണാനന്തര ജീവിതത്തിനോ മോക്ഷത്തിനോ വേണ്ടിയായിരുന്നില്ല. പകരം കംപ്ലീറ്റ്ലി ഈ ലോകത്തുള്ള കാര്യങ്ങൾക്കായിരുന്നു. നല്ല വിളവ് കിട്ടണം, കന്നുകാലികൾ പെരുകണം, സമ്പത്ത് വേണം, ആരോഗ്യമുള്ള മക്കൾ വേണം. അങ്ങനെ ഈ ലോകത്തിലെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതെ, ഈ യാഗങ്ങളിൽ മൃഗബലി അഥവാ ആനിമൽ സാക്രിഫൈസ് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കന്നുകാലി സമ്പദ്വ്യവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് എന്ന് പറയുന്നത് കന്നുകാലികളാണ്. അപ്പോൾ അത് ദൈവങ്ങൾക്ക് കൊടുക്കുക എന്നത് സ്വാഭാവികമാണ്. അതൊരു ശുദ്ധീകരണത്തിന്റെ, ഒരു സമർപ്പണത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു. ഈ സാക്രിഫൈസ് എന്ന ആശയത്തിന്റെ ഏറ്റവും ഗംഭീരമായ, ഏറ്റവും പവർഫുള്ളായൊരു രൂപമുണ്ടായിരുന്നു. അതാണ് അശ്വമേധം. ഇത് വെറുമൊരു സാധാരണ യാഗമായിരുന്നില്ല. ഇത് അധികാരത്തിന്റെയും ശക്തിയുടെയും ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിരുന്നു. അശ്വമേധം അല്ലെങ്കിൽ ഹോഴ്സ് സാക്രിഫൈസ് ഒരു രാജാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആചാരമായിരുന്നു ഇത്. ഇത് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തെയും സാമ്രാജ്യത്വ മോഹങ്ങളെയും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു. ഈ ആചാരത്തിന്റെ ഓരോ സ്റ്റെപ്പും പൊളിറ്റിക്കലാണ്. ആദ്യം ഒരു കുതിരയെ ഒരു വർഷത്തേക്ക് സ്വതന്ത്രമായി അലയാൻ വിടും. ഈ കുതിര പോകുന്ന വഴികളിലൊന്നും ആരും അതിനെ തടയാൻ ധൈര്യപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രദേശങ്ങളെല്ലാം ആ രാജാവിന്റെ അധികാരം അംഗീകരിച്ചുവെന്നാണ്. ഇനി ആരെങ്കിലും തടഞ്ഞാലോ? അത് യുദ്ധത്തിനുള്ള ഒരു വെല്ലുവിളിയാണ്. അവസാനം ഒരു വർഷം കഴിഞ്ഞ കുതിരയെ ബലി അർപ്പിക്കുമ്പോൾ അതൊരു മതപരമായ ചടങ്ങ് എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ വിജയപ്രഖ്യാപനമായി മാറുന്നു. അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ അശ്വമേധത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു: ദൈവികമായ അനുഗ്രഹത്തോടെ തന്റെ ഭൗതികമായ അധികാരം സ്ഥാപിക്കുക. താനാണ് ഇവിടുത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരി എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക. ശരി, അഗ്നിജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇത്രയും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ ജീവിതത്തിന്റെ അവസാന യാത്രയിലോ? അവിടെ അതിന്റെ പങ്കെന്തായിരിക്കും? ഇവിടെയാണ് അവരുടെ ലോകവീക്ഷണത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ഏറ്റവും പഴയ വേദഗ്രന്ഥങ്ങൾ മുതൽക്ക് തന്നെ മരിച്ചവരുടെ ശരീരം ദഹിപ്പിക്കുന്ന രീതിക്ക്, അതായത് ക്രിമേഷന്, അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഇത് വെറുമൊരു രീതിയായിരുന്നില്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അവരുടെ ചിന്തയുടെ ഒരു ലോജിക് നോക്കൂ, എത്ര ക്ലിയറാണെന്ന്. യാഗത്തിലർപ്പിക്കുന്ന വസ്തുക്കളെ അഗ്നി മാറ്റിമറിച്ച് ദൈവങ്ങളിലേക്ക് എത്തിക്കുന്നില്ലേ? അതേപോലെ മരണശേഷം മനുഷ്യശരീരത്തെയും അഗ്നി മാറ്റിമറിച്ച് അതിന്റെ അവസാന യാത്രയ്ക്ക് തയ്യാറാക്കുന്നു. ഒരേ തത്വം ജീവിതത്തിലും മരണത്തിലും. ഈയൊരു ഉദ്ധരണി ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ ഫയർ കൾട്ട് എന്നത് അവരുടെ ജീവിതത്തിലെ വെറുമൊരു ഭാഗമായിരുന്നില്ല. അതവരുടെ ലോകവീക്ഷണത്തിന്റെ, അവരുടെ റിയാലിറ്റിയുടെ കേന്ദ്രബിന്ദുവായിരുന്നു. ജീവിതത്തിലെയും മരണത്തിലെയും
എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ഒരൊറ്റ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടന്നു. അതുകൊണ്ട് പുരാതന ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അഗ്നി എന്ന് പറയുന്നത് വെറുമൊരു തീയായിരുന്നില്ല. അത് മനുഷ്യനെയും ദൈവത്തെയും ജീവിതത്തെയും മരണത്തെയും എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോസ്മിക് ശക്തിയായിരുന്നു. അവരുടെ പ്രപഞ്ചത്തെ മുഴുവൻ ചിട്ടപ്പെടുത്തിയ നിർവചിച്ച ഒരു അടിസ്ഥാന തത്വം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരാതന ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു യാത്രയെക്കുറിച്ചാണ്. ഇൻഡോ ആര്യൻ ഡിസ്പേർഷൻ. ഈ പേര് കേൾക്കുമ്പോഴേ പലർക്കും ഓർമ്മ വരുന്നത് വലിയ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ആവും, അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ആ വിവാദങ്ങൾക്കൊന്നും പിന്നാലെ പോകുന്നില്ല. പകരം നമ്മൾ ഈ യാത്രയുടെ കാലഗണന, അതായത് ക്രൊണോളജി, പിന്നെ അതിൻ്റെ വഴികൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ഏകദേശം 1000 വർഷം, അത്രയും കാലം നീണ്ടുനിന്ന ഒരു വലിയ സാംസ്കാരിക പ്രയാണത്തിൻ്റെ കഥയാണിത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കാലഘട്ടത്തിലേക്കൊന്ന് സഞ്ചരിച്ചാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഒരു രൂപരേഖ ഇങ്ങനെയാണ്. ആദ്യം തന്നെ ആരാണ് ഈ ഇൻഡോ ആര്യൻസ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. അതിനുശേഷം അവരുടെ സഞ്ചാരത്തെ നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് തിരിക്കും. ആദ്യത്തെ താവളം സപ്തസിന്ധു, പിന്നെ അവരെത്തിച്ചേർന്ന ഗംഗാതീരം. ഒടുവിൽ ഈ യാത്രയുടെ തെളിവുകൾ ഭാഷയിലും പുരാവസ്തുശാസ്ത്രത്തിലും എങ്ങനെയൊക്കെയാണ് ഒളിഞ്ഞുകിടക്കുന്നതെന്നും നമ്മൾ നോക്കും. അപ്പോൾ തുടങ്ങാല്ലേ? ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് ഈ ഇൻഡോ ആര്യന്മാർ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണിത്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു വംശത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു ഭാഷ സംസാരിക്കുന്നവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കണ്ടില്ലേ, ഇൻഡോ ആര്യൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വംശീയ വിഭാഗമല്ല, അതൊരു ഭാഷാപരമായ നിർവചനം മാത്രമാണ്. ഋഗ്വേദം രചിച്ച ആളുകൾ സ്വയം ആര്യ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം കുലീനൻ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക രക്തബന്ധമുള്ളവരെക്കുറിച്ചല്ല, മറിച്ചൊരു പൊതുവായ ഭാഷയും സംസ്കാരവും പങ്കുവച്ച ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, 1000 വർഷത്തോളം നീണ്ട ഒരു കാലയളവിൽ ഒരു പ്രത്യേക ഭാഷ സംസാരിച്ചിരുന്ന ഒരു ജനവിഭാഗം എവിടെ നിന്നൊക്കെ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? രേഖകളോ തെളിവുകളോ വളരെ കുറവായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ മുഴുവൻ വിശകലനവും. ശരി, നമുക്ക് യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഈ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ഏർലി വേദിക് പീരിയഡ് എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പഴയ വേദഗ്രന്ഥങ്ങളോടാണ്. അപ്പോൾ ഈ കഥയുടെ ആദ്യത്തെ 500 വർഷത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അതായത് ഏകദേശം 1500 BCE മുതൽ 1000 BCE വരെയുള്ള കാലം. ഇതിനെയാണ് നമ്മൾ ഏർലി വേദിക് പീരിയഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന് എന്താണത്ര പ്രാധാന്യം? കാരണം ഋഗ്വേദത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങൾ, അതായത് ഫാമിലി ബുക്സ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ രൂപം കൊള്ളുന്നത് ഈ സമയത്താണ്. ഈ ക്രോണോളജി, അതായത് ഈ കാലഗണന ഓർത്തുവയ്ക്കുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരു കാര്യം വ്യക്തമാണ്. ഈ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ ജീവിച്ച പ്രദേശം ഏതായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ അറിവിന്റെ എല്ലാം അടിസ്ഥാനം ഋഗ്വേദമാണ്. അതിലെ ശ്ലോകങ്ങളും വർണ്ണനകളുമാണ് നമുക്ക് വഴികാട്ടിയാകുന്നത്. അതുകൊണ്ട് ഋഗ്വേദത്തെ നമുക്ക് ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു താക്കോലായി തന്നെ കണക്കാക്കാം. ഓക്കെ, ഋഗ്വേദമെന്ന താക്കോൽ ഉപയോഗിച്ച് നമുക്ക് ആ ലോകമൊന്ന് തുറന്നു നോക്കാം. ഏർലി വേദിക് പീരിയഡിൽ ഈ ഇൻഡോ ആര്യന്മാർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഋഗ്വേദം തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം തരും. ഈ ഭൂപടത്തിലേക്ക് നോക്കൂ. ഇതാണ് ഋഗ്വേദത്തിൽ പറയുന്ന അവരുടെ ആദ്യത്തെ ലോകം, സപ്തസിന്ധു. പേര് സൂചിപ്പിക്കുന്നത് പോലെ 7 നദികളുടെ നാട്. ഋഗ്വേദത്തിലെ ശ്ലോകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതവും വിശ്വാസങ്ങളും കവിതകളുമെല്ലാം ഈ നദികളെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന്. അക്ഷരാർത്ഥത്തിൽ ഒരു നദീതട സംസ്കാരത്തിന്റെ ചിത്രം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 നദികൾ? നമുക്ക് നോക്കാം. 1 സിന്ധു, പിന്നെ അതിന്റെ 5 പോഷക നദികൾ, കൂടെ ഋഗ്വേദത്തിലെ ഏറെ പ്രകീർത്തിക്കപ്പെടുന്ന സരസ്വതിയും. ഇവ 7ഉം ചേർന്നതാണ് സപ്തസിന്ധു. ഋഗ്വേദത്തിലെ നദീസ്തുതി എന്ന ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ഈ നദികളെയെല്ലാം പേരെടുത്ത് വാഴ്ത്തുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. അവരുടെ ലോകം, അവരുടെ ഭൂമിശാസ്ത്രപരമായ അറിവ്, അത് ഈയൊരു പ്രദേശത്ത് ഒതുങ്ങി നിന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇന്ന് ഇന്ത്യയുടെ ജീവനാഡിയെന്ന് നമ്മൾ കരുതുന്ന ഗംഗ, യമുന നദികളുണ്ടല്ലോ, അവയെക്കുറിച്ച് ഋഗ്വേദത്തിൽ 1-2 തവണയേ പറയുന്നുള്ളൂ. വളരെ അപൂർവമായ പരാമർശങ്ങൾ. ഇതിനർത്ഥമെന്താണ്? വളരെ വ്യക്തമാണ്. അവരുടെ ലോകമന്ന് ഗംഗാതീരത്തേക്ക് എത്തിയിരുന്നില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ, അവരുടെ ജീവിതം മുഴുവൻ ഈ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ, അതായത് സപ്തസിന്ധുവിൽ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ
കഥ ഇവിടെ തീരുന്നില്ല. ഈ അവസ്ഥ എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. ഏകദേശം 500 വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നീട് വന്ന വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന ഭൂമിശാസ്ത്രം പതുക്കെ മാറാൻ തുടങ്ങുന്നു. ഇത് നമ്മുടെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. വ്യാപനത്തിന്റെ, അതായത് ഡിസ്പേഴ്സലിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു വലിയ സൂചനയാണിത്. ശരി, അപ്പം നമുക്ക് ഈ യാത്രയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. ഈ കാലഘട്ടത്തിൽ പുതിയ ഗ്രന്ഥങ്ങൾ വരുന്നു, ഒപ്പം അവരുടെ സാംസ്കാരിക കേന്ദ്രം തന്നെ കിഴക്കോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ പിൽക്കാല വേദഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1000 BC മുതൽ 500 BC വരെയുള്ള അടുത്ത 500 വർഷങ്ങളാണ്. ഈ സമയത്താണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയും പിന്നെ വേദങ്ങളെ വിശദീകരിക്കുന്ന ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ പോലുള്ള ഗ്രന്ഥങ്ങളും രൂപം കൊള്ളുന്നത്. ഈ പുതിയ ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ഭൂമികയാണ്. സപ്തസിന്ധുവിൽ നിന്ന് അവരുടെ ശ്രദ്ധ പതിയെ കിഴക്കോട്ട് മാറുകയാണ്. അവർ ഗംഗാ സമതലങ്ങളെ തങ്ങളുടെ പുതിയ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ലോകത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. നമുക്ക് വീണ്ടും ആ ഭൂപടത്തിലേക്ക് വരാം. ഇപ്പോൾ നോക്കൂ, ശ്രദ്ധാകേന്ദ്രം സപ്തസിന്ധുവിൽ നിന്ന് ഗംഗാതടത്തിലേക്ക് മാറിയിരിക്കുന്നു. കുരു, പാഞ്ചാല, കോസല, കാശി, മഹാഭാരതത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ വലിയ രാജ്യങ്ങളെല്ലാം ഉയർന്നുവരുന്നത് ഇവിടെയാണ്. ഇത് വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്. സാംസ്കാരികവും രാഷ്ട്രീയവുമായ ശക്തികേന്ദ്രം വടക്കു പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടു മാറിയിരിക്കുന്നു. ഈ കിഴക്കോട്ടുള്ള വ്യാപനത്തിന് നമുക്ക് വെറും അനുമാനങ്ങൾ മാത്രമല്ല, ശക്തമായ സാഹിത്യപരമായ തെളിവ് തന്നെയുണ്ട്. പിൽക്കാല വേദഗ്രന്ഥങ്ങളിലൊന്നായ ശതപഥ ബ്രാഹ്മണത്തിൽ ഈ കിഴക്കോട്ടുള്ള യാത്രയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് വെറുമൊരു സ്ഥലമാറ്റമായിരുന്നില്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിലും ജീവിത രീതിയിലും വന്ന ഒരു വലിയ മാറ്റം കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈയൊരു ഡിസ്പേഴ്സൽ അഥവാ വ്യാപനം നടന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഭാഷയിൽ നിന്നും പുരാവസ്തുശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുന്ന തെളിവുകൾ ഒന്ന് പരിശോധിക്കാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിശയിപ്പിക്കുന്നൊരു തെളിവാണ്. ഭാഷയിൽ ഒളിപ്പിച്ചുവെച്ച ചരിത്രം, പുരാതന ഇറാനിയൻ ഗ്രന്ഥമായ അവേസ്തയിലെ വാക്കുകളും ഋഗ്വേദത്തിലെ സംസ്കൃത വാക്കുകളും തമ്മിലുള്ള ഈ സാമ്യമൊന്നു നോക്കൂ. അവേസ്തയിലെ ഹോമ ഇവിടെ സോമമാകുന്നു, അഹുര അസുരയാകുന്നു, ഹെപ്ത ഹിന്ദു എന്നത് സപ്തസിന്ധു ആകുന്നു. ഇത് വെറും യാദൃച്ഛികമല്ല. ഈ രണ്ടു ഭാഷ സംസാരിക്കുന്ന സമൂഹങ്ങൾക്കും ഒരു കാലത്തൊരു പൊതുവായ ഉറവിടമുണ്ടായിരുന്നുവെന്നും പിന്നീടവർ 2 വഴികളിലേക്ക് പിരിഞ്ഞുപോയി എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ സൂചനകളിൽ ഒന്നാണിത്. ഭാഷയിൽ മാത്രമല്ല, മണ്ണിലും ഈ യാത്രയുടെ അടയാളങ്ങളുണ്ട്. അതിനായി പുരാവസ്തു ഗവേഷകർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മധ്യേഷ്യയിലേക്കാണ്. ഇന്നത്തെ തെക്കൻ സൈബീരിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ആൻഡ്രോനോവോ, BMAC തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പുരാതന സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ ഈ ഡിസ്പേഴ്സലിന്റെ കഥയിലേക്ക് പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം നടത്തിയ ഖനനങ്ങളിൽ നിന്ന് കുതിരകളെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആരകാലുകളുള്ള രഥചക്രങ്ങൾ, അഗ്നി ആരാധനയുടെ സൂചനകൾ, ശവദാഹം പോലുള്ള ആചാരങ്ങൾ, ഇതിലെ ഓരോന്നും വേദഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ജീവിതരീതിയും സംസ്കാരവുമായി എത്രമാത്രം ചേർന്നുപോകുന്നുവെന്ന് നോക്കൂ. ഇത് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഒരു സാംസ്കാരിക പ്രവാഹമുണ്ടായിരുന്നിരിക്കാമെന്ന വാദത്തിന് വലിയ ബലം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ 1000 വർഷത്തെ യാത്രയുടെ കഥ നമുക്കൊന്ന് ചുരുക്കി പറയാം. 2 പ്രധാന ഘട്ടങ്ങൾ. ഒന്നാം ഘട്ടം ഏകദേശം 1500 മുതൽ 1000 BCE വരെ ഋഗ്വേദം വർണ്ണിക്കുന്ന സപ്തസിന്ധു മേഖലയിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതം. അതിനുശേഷം രണ്ടാം ഘട്ടം 1000 മുതൽ 500 BCE വരെ. അവിടെ നിന്നും കിഴക്കോട്ട് നീങ്ങി ഗംഗാ സമതലങ്ങളെ ഒരു പുതിയ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു ചരിത്രം. ഇതാണ് ഈ ഡിസ്പേഴ്സലിന്റെ ആകെയുള്ള ചിത്രം. അപ്പോൾ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. സപ്തസിന്ധുവിന്റെ തീരങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഗംഗയുടെ തീരങ്ങളിൽ അവസാനിച്ച ഈ 1000 വർഷം നീണ്ട യാത്ര പിൽക്കാലത്ത് രൂപപ്പെട്ട മഹാജനപദങ്ങൾക്കും വലിയ സാമ്രാജ്യങ്ങൾക്കും, എന്തിന് ഇന്ത്യയുടെ തന്നെ സങ്കീർണമായ സാമൂഹിക സാംസ്കാരിക ഘടനയ്ക്കും എങ്ങനെയാണ് അടിത്തറയിട്ടത്? ഇത് നമ്മൾ തുടർന്നും ചിന്തിക്കേണ്ട, കൂടുതൽ പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ്.